നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറയാൻ കോൺഗ്രസിന് മടിയില്ല. പക്ഷെ കള്ളം പറഞ്ഞ് ജയിച്ചാൽ പിന്നെ പദ്ധതികൾ നടപ്പിലാക്കാൻ നിർബന്ധിതരാകും. എന്നിട്ടോ പാർട്ടി ഉണ്ടാക്കുന്ന നേട്ടത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഈ ഗണത്തിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഉണ്ടായ വൻ സാമ്പത്തിക നഷ്ടം. നല്ല രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒന്നായിരുന്നു കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്നാൽ കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി പദ്ധതിയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 295 കോടിയുടെ ഗണ്യമായ നഷ്ടമാണ് KSRTC റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ നഷ്ടം ചൂണ്ടിക്കാട്ടി 20% വരെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതുവരെ ഈ നീക്കത്തിന് അംഗീകാരം നൽകിയിട്ടില്ല. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനിടയിൽ ഡിപ്പാർട്ട്മെന്റിനെ നിലനിർത്താൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത KSRTC ചെയർമാൻ SR ശ്രീനിവാസ് ഊന്നിപ്പറഞ്ഞു. വെള്ളിയാഴ്ച ചേർന്ന ബോർഡ് യോഗം ബസ് ചാർജുകൾ വർദ്ധിപ്പിക്കാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചതായി ശ്രീനിവാസ് പറഞ്ഞു. നിരക്ക് വർധനയ്ക്ക് ശേഷം പുരുഷന്മാരുടെ മേൽ ഭാരമാകില്ലെന്നും ശ്രീനിവാസ് പറഞ്ഞു. എന്നാൽ അടുത്ത 10 വർഷത്തേക്ക് സംസ്ഥാനത്ത് ശക്തി പദ്ധതി നടപ്പാക്കുമെന്ന് കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കർണാടക സംസ്ഥാന സർക്കാർ നടത്തുന്ന സാധാരണ ബസ് സർവീസുകൾക്ക് മാത്രമാണ് ശക്തി പദ്ധതി ബാധകം. 2020 മുതൽ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ലാത്ത ജീവനക്കാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശ്രീനിവാസ് അടിവരയിട്ടു. ബസ് സർവീസുകൾ അത്യാവശ്യമാണ്. ഒരു ബസ് ഡ്രൈവർ വന്നില്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് അന്നത്തെ ബസ് സർവീസ് നഷ്ടപ്പെടാം. സ്ത്രീ സ്കീം കാരണം കഴിഞ്ഞ 3 മാസത്തിനിടെ 295 കോടിയുടെ നഷ്ടമുണ്ടായി. അദ്ദേഹം വിശദീകരിച്ചതായി PTI റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്നതുവരെ 15-20% നിരക്ക് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ KSRTC രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അനുബന്ധ സംഭവ വികാസത്തിൽ നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ രാജു കേജും ശക്തി സ്കീമിന്റെ നഷ്ടത്തിന് കാരണമായി പറഞ്ഞു. 2024 ജൂൺ 11 1-ാം വർഷം ആഘോഷിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികളിലൊന്നാണ് ഈ പദ്ധതി. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ബസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല, കേജ് അഭിപ്രായപ്പെട്ടു. ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നു. സൗജന്യ ബസ് പദ്ധതികൾ രാജ്യത്തെ മെട്രോ കോർപ്പറേഷനുകളുടെ വരുമാനത്തിൽ ഇടിവ് വരുത്തിയെന്ന് പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തുടർന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയും സംസ്ഥാനത്തെ ശക്തി പദ്ധതിക്ക് താൻ എതിരാണെന്ന് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.